ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇത് ഞാൻ കുറേ ദിവസം മുന്നേ എടുത്തതാണ് കേട്ടോ. നമ്മൾ നാട്ടിൽ പോയിട്ട് വന്ന് പിറ്റേ ദിവസമുള്ള വീഡിയോ ആണ് കേട്ടോ. ഇപ്പോഴാണ് വീഡിയോ പോസ്റ്റ് ചെയ്യാൻ പറ്റിയത്. രാവിലെ തന്നെ നമ്മൾ നേരത്തെ എഴുന്നേറ്റും. നമ്മൾ ഇന്ന് മണാലിക്ക് ഒരു ട്രിപ്പ് പോവുകയാണ് കേട്ടോ. കാറിലാണ് പോണത്. അപ്പോൾ നമ്മൾ ഇവിടുന്ന് ഒരു 9 മണിക്കൊക്കെ ഇറങ്ങാമെന്ന് വിചാരിക്കണം. അതുകൊണ്ട് കുറച്ച് നേരത്തെയൊക്കെ എഴുന്നേറ്റ് ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഉണ്ടാക്കി, പിന്നെ പോണ വഴിക്ക് നമ്മൾ കഴിക്കാൻ വേണ്ടിയിട്ട് ചോറൊക്കെ കൊണ്ടുപോകും കേട്ടോ. രാവിലെ നമ്മൾ ഉണ്ടാക്കിയത് പുട്ടും കടലയാണ് കേട്ടോ. പുട്ടുപൊടിയൊക്കെ നമ്മൾ നാട്ടിൽ നിന്ന് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ മുട്ട പുഴങ്ങാൻ വെച്ചിട്ടുണ്ട്. ഉച്ചയ്ക്ക് നമുക്ക് പോണ വഴിക്ക് എവിടെ നിന്നെങ്കിലും ഇന്ന് കഴിക്കാമല്ലോ വിചാരിച്ചിട്ട് കേട്ടോ. പിന്നെ നമ്മൾ ഇറങ്ങി ഒരു 9 മണി ആയപ്പോഴേക്കിനും ഇവിടെ ആണെങ്കിൽ ഞാൻ കണ്ട കേട്ടോ ആംബുലൻസൊക്കെ ഇങ്ങനെ വരുന്നുണ്ട്. ആംബുലൻസ് കേട്ടോ ഒരാൾ വഴി സൈഡാക്കി, നമ്മൾ വണ്ടി സൈഡാക്കി കൊടുക്കണില്ല. അപ്പോൾ നമ്മുടെ കേരളമൊക്കെ എത്ര ബെറ്ററാണെന്ന് എനിക്ക് തോന്നിയിട്ടോ. അങ്ങനെ നമ്മൾ ഇറങ്ങി എത്രയോ കിലോമീറ്റർ ഉണ്ട്, 300 സംതിങ് ഉണ്ട് കേട്ടോ. നമ്മൾ ഇപ്പോൾ ഒരു 9 മണിക്ക് ഇറങ്ങി ഒരു 5 മണി ആകുമ്പോൾ അവിടെ എത്തുള്ളൂ കേട്ടോ. ഞാൻ അങ്ങോട്ട് പോയപ്പോൾ ഡ്രൈവ് ചെയ്തില്ല. നല്ല മഴ തുടങ്ങിയിട്ട് പകുതി എത്തിയപ്പം അങ്ങനെ നമ്മൾ മെല്ലെ ഓരോന്ന് കഴിച്ചിട്ടൊക്കെ അങ്ങനെ പോയി. ബാക്കിലാണെങ്കിൽ പിള്ളേർക്ക് കിടന്നുറങ്ങാൻ വേണ്ടിയിട്ട് ഉമേഷ് അങ്ങനെ കിടക്കൊക്കെ വിരിച്ച് സെറ്റാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്താ നമ്മളത് ചെയ്തുകൊണ്ട് പിള്ളേർ കിടന്നില്ല. നമ്മൾ പോണ വഴിക്ക് കുറേ ടോളുണ്ട് കേട്ടോ. പിന്നെ ഉമേഷിൻ്റെ അടുത്താണെങ്കിൽ അവരുടെ ഐ കാർഡൊന്നും ഉണ്ടായിരുന്നില്ല. അതവർ നമ്മുടെ ജോലി ചെയ്യുന്ന സ്ഥലത്ത് അവർ മേടിച്ച് വയ്ക്കും കേട്ടോ. പിന്നെ നമ്മൾ ലീവ് സർട്ടിഫിക്കറ്റ് ഒക്കെ കാണിച്ചിട്ടാണ് പോയത്. പിന്നെ നമ്മുടെ വണ്ടിയുടെ നമ്പറൊക്കെ അവർ ഫോണിൽ അടിച്ച് നോക്കിയിട്ട് എന്തൊക്കെ നോക്കിയിട്ടൊക്കെയാണ് വിട്ടത്. പിന്നെ ഒരു സ്ഥലത്ത് എത്തിയപ്പോൾ അവർ പറഞ്ഞു ലീവ് സർട്ടിഫിക്കറ്റ് പറ്റില്ല, ഐ കാർഡ് തന്നെ വേണമെന്നൊക്കെ പറഞ്ഞു കേട്ടോ. പിന്നെ ഓരോന്ന് പറഞ്ഞ് നമ്മൾ പൈസ ഒന്നും കൊടുക്കാതെ ഇങ്ങനെ തട്ടിമുട്ടി വന്നു. പിന്നെ നമ്മളെന്താ ഏകദേശം അവിടെ എത്താറായിട്ടോ. അപ്പോൾ പോണ വഴിക്ക് നമ്മളിങ്ങനെ ഇങ്ങനെ ടെഡി ബെയേഴ്സൊക്കെ അവിടെ കണ്ടപ്പോൾ അവിടെ പോയി ഒന്ന് റേറ്റൊക്കെ ചോദിക്കാമെന്ന് വിചാരിച്ചു. നല്ല രസമുണ്ട് കേട്ടോ ആ നായ്ക്കുട്ടീനെ കാണാൻ. പക്ഷെ നല്ല റേറ്റും ഉണ്ട് കേട്ടോ. പിന്നെ നമ്മൾ ഓരോ സ്ഥലത്തൊക്കെ ഇങ്ങനെ നിർത്തി ഇറങ്ങി. പിന്നെ ബാത്റൂമിലൊക്കെ പോകണമെങ്കിൽ നമ്മളവിടെ പെട്രോൾ പമ്പിലൊക്കെ നിർത്തി അങ്ങനെ ആയിട്ടോ പോയത്. പിന്നെ അവസാനം നമ്മളവിടെ എത്തി. നല്ല രസം. എത്തി വരുമ്പോൾ ആ റോഡ് അങ്ങനെ ഇതൊക്കെ കാണാൻ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവിടെ എത്തി, അവിടെ സൈഡിലൊക്കെ ഒന്ന് നിർത്തി ഫോട്ടോ ഒക്കെ എടുത്തിട്ട് പോയിട്ടോ. ഇങ്ങനെ നമ്മൾ ഏകദേശം ഒരു 37 കിലോമീറ്ററൊക്കെ ഉണ്ട് മണാലി എത്താൻ വേണ്ടിയിട്ട്. നമുക്ക് സത്യം പറഞ്ഞാൽ ആദ്യമായിട്ടാണ് പോണത്. അതിൻ്റെ കുറച്ച് പോരായ്മകളൊക്കെ ഉണ്ട്. നമുക്ക് അറിയില്ലല്ലോ ഫസ്റ്റ് എവിടെ പോകണം അങ്ങനെ ഒന്നും അറിയില്ലായിരുന്നു. പിന്നെ നമ്മുടെ ക്വാർട്ടേഴ്സിൻ്റെ അടുത്ത് ഉള്ള ഒരാൾക്ക് അറിയണം, അവരുടെ വീട് ഹിമാചൽ പ്രദേശാണ്. അപ്പോൾ അവർ പറഞ്ഞു നിങ്ങൾക്ക് ഹോട്ടൽ റൂമൊന്നും കിട്ടിയില്ലെങ്കിൽ വിളിച്ചാൽ മതി, നമുക്ക് സെറ്റാക്കി തരാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ കുഴപ്പമില്ല, നമ്മൾ അവിടെ പോയൊരു നല്ലൊരു ഹോട്ടൽ റൂം കിട്ടി. പിന്നെ ഏറ്റവും മേലെ കേട്ടോ നമ്മൾ എടുത്തത്. അവിടെ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും വലിയ സ്നോയൊന്നും ഇല്ല കേട്ടോ. കാരണം ഡിസംബർ, ഫെബ്രുവരി, മാർച്ച് ആ ടൈമിലൊക്കെയാണ് നല്ല സ്നോയൊക്കെ ഉണ്ടാവുക. ഇപ്പോൾ വൈകുന്നേരം ആകുമ്പോൾ കുറച്ച് തണുപ്പുണ്ട്, അത്രേ ഉള്ളൂ കേട്ടോ. അങ്ങനെ നമ്മൾ റൂമൊക്കെ എത്തി ഫ്രഷായി. പിന്നെ നമ്മൾ രാത്രി ആയപ്പോൾ ഇവിടെ ഇതിൻ്റെ അടുത്ത് ഒരു മാളുണ്ട്, മാൾ റോഡ് പറഞ്ഞൊരു സംഭവം. അവിടെ ആണെങ്കിൽ ഇങ്ങനെ സ്ട്രീറ്റ് പോലെ കുറേ കടകളും അങ്ങനെ കുറേ സംഭവങ്ങളുണ്ട് കേട്ടോ. നല്ല മഴയായിരുന്നു. മഴയൊന്ന് കുറച്ച് കമ്മിയായപ്പോൾ നമ്മൾ മെല്ലെ ഇറങ്ങി കേട്ടോ. നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. നൈറ്റ് ഇങ്ങനെ മഴയും പെയ്ത് കുറച്ച് കുറച്ച് കൂടുതൽ തണുപ്പുണ്ടായിരുന്നു കേട്ടോ. അടുത്തടുത്ത് ഇങ്ങനെ കുറേ ഷോപ്പുകളും കുറേ ഡ്രസ്സുകളും. പിന്നെ നമ്മൾ ഇങ്ങനെ പോകുമ്പോൾ കാണാം കുറേ റാബിറ്റിനെയൊക്കെ പിടിച്ചിട്ട് ഓരോരോ സ്ത്രീകൾ ഇങ്ങനെ നടക്കുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇവരെന്തെങ്ങനെ നടക്കണേന്ന്. പിന്നെയാണ് മനസ്സിലായത് നമുക്ക് അത് നമ്മളിങ്ങനെ പിടിച്ചിട്ട് നമുക്ക് ഫോട്ടോ എടുക്കാൻ തരും. 50 രൂപ എങ്ങാണ്ടാണ് കേട്ടോ. പിന്നെ ഇവിടെ കുറേ ഷോപ്പുകളിൽ കുറേ ഡ്രസ്സുകളൊക്കെ ഉണ്ട് കേട്ടോ. ഡ്രസ്സ് എല്ലാ സാധനവും ഉണ്ട്. എനിക്ക് നമ്മൾ വിൻ്ററിന് ഇടുന്ന ഡ്രസ്സിനൊക്കെ 2 എണ്ണം 500 രൂപ. അതിന് റേറ്റ് കുറവായി തോന്നി. അപ്പോൾ 2 എണ്ണം മേടിച്ചു കേട്ടോ. പിന്നെ നമ്മൾ വിശന്നിട്ട് ഇങ്ങനെ പണ്ടാരടങ്ങിയിരിക്കുമായിരുന്നു. അപ്പോൾ എന്ത് കഴിക്കുമെന്ന് വിചാരിച്ചാൽ എനിക്ക് ഇവിടുത്തെ ഒരു ഫുഡും ഇഷ്ടമാവില്ല. പിന്നെ നമ്മൾ മദ്രാസ് കഫേ എന്ന് പറഞ്ഞിട്ടൊരു ഇത് കണ്ടു. നമ്മുടെ നാട്ടിലത്തെ ദോശയൊക്കെ കിട്ടണത്. അവിടെ കയറി. അവിടെ ഒരു ദോശയും കുറച്ച് സാമ്പാറിനും ചട്നിക്കും കുറച്ച് തക്കാളി ചമ്മന്തിക്കും 250 രൂപ എങ്ങാണ്ട്. എന്നാലും എന്താ തിന്നാതിരിക്കാൻ പറ്റില്ലല്ലോ. എത്ര വില കൊടുത്താണെങ്കിലും പട്ടിണി കിടക്കാൻ പറ്റുമോ. അപ്പോൾ നമ്മൾ മേടിച്ച് നമ്മൾ റൂമിലേക്ക് കൊടന്നു കേട്ടോ. പിന്നെ അതിൻ്റെ നമ്മളിത് വരണ വഴിക്ക് അവിടെ ചായ കണ്ടു. ഒരു ചായക്ക് 40 രൂപ എങ്ങാണ്ട്. ഇവിടെ വന്ന് കഴിഞ്ഞാൽ എന്താ പ്രശ്നം എന്ന് പറയുന്നത്, നല്ല റേറ്റ് കൂടുതലെന്ന് പറയുന്നത് ഫുഡിനാണ്. പക്ഷേ ഫുഡ് നമുക്ക് കഴിക്കാതിരിക്കാനും പറ്റില്ല, മേടിച്ച് കഴിക്കും നമ്മൾ. പിന്നെ നമ്മൾ പിറ്റേ ദിവസം നമ്മൾ രാവിലെ ഭട്ടൂര കഴിച്ചത്. ഭട്ടൂര കഴിച്ചു.
മറ്റേ ചന ഭട്ടൂര അത് കഴിച്ചു കേട്ടോ. അത് നന്നായിട്ടുണ്ടായിരുന്നു. അത് നമ്മൾ ഹോട്ടൽ റൂമിൻ്റെ അവർക്ക് തന്നെ ഹോട്ടലുണ്ട് അവിടെ നിന്ന് കേട്ടോ. അവിടെ നല്ല റേറ്റാണ് കേട്ടോ. പിന്നെ നമ്മൾ അങ്ങനെ ഒരു ടാക്സി വിളിച്ചിട്ടാണ് നമ്മൾ സ്നോ കാണാൻ പോയത് കേട്ടോ. ഏറ്റവും ടോപ്പിലേക്ക് പോകണം, കാരണം നമ്മൾ അധികം ഇതിൻ്റെ സീസൺ അല്ലല്ലോ. അപ്പോൾ നല്ല ടോപ്പിലേക്ക് കയറി പോകണമായിരുന്നു. നമ്മുടെ വണ്ടിയിൽ നമുക്ക് സ്ഥലമൊന്നും അറിയില്ലല്ലോ, അതുകൊണ്ട് നമ്മുടെ കാർ എടുത്തില്ല. നമ്മൾ വേറൊരു ടാക്സി വിളിക്കുക കേട്ടോ ചെയ്തത്. അങ്ങനെ നമ്മൾ ഡ്രസ്സൊക്കെ വാടകയ്ക്ക് എടുത്ത് നമ്മൾ അവിടെ എത്തിയിട്ടോ. ഏറ്റവും മേലെ കുറേ ദൂരമുണ്ട്. നമ്മൾ വണ്ടി ഇറങ്ങിയിട്ടും പിന്നെയും നമ്മൾ ആ സ്നോ ഉള്ളിടത്തേക്ക് ഇങ്ങനെ നടന്നു പോകണം. കുറേ പാറക്കെട്ടുകളുടെ ഇടയിൽ കൂടെ ഒക്കെ ഇങ്ങനെ നടന്നു പോകണം കേട്ടോ. സത്യം പറഞ്ഞാൽ നടന്ന് വയ്യാതായിട്ടോ. പിന്നെ ആണെങ്കിൽ അവിടെ കുറേ ഫോട്ടോഗ്രാഫേഴ്സ് നിൽക്കുന്നുണ്ടാവും കേട്ടോ. വന്നിട്ട് ഒരെണ്ണത്തിന് 40 രൂപ എന്നങ്ങാണ്ട് പറഞ്ഞു ഒരു ഫോട്ടോ എടുക്കാൻ. നമ്മൾ വിചാരിച്ചു നമ്മളിങ്ങനെ കുറേ ഒരു ഫോട്ടോ എടുക്കുകയെന്ന് നമ്മളിങ്ങനെ സെലക്ട് ചെയ്യാമെന്നായിരിക്കും വിചാരിച്ചത്. അയാൾ നമ്മൾ കുറേ പോസൊക്കെ പറഞ്ഞു തന്ന് അങ്ങനെ കുറേ ഫോട്ടോസൊക്കെ എടുത്തു കേട്ടോ. ഒരു ഫോട്ടോ തന്നെ അയാൾ ഒരു 5-6 വട്ടം ക്ലിക്ക് ചെയ്യുന്നുണ്ടാവും കേട്ടോ. എന്നിട്ട് ഒരു 200 ഫോട്ടോ ആയപ്പോൾ ആ 200 ഫോട്ടോ ആയി 8000 രൂപ എന്ന് 8000 രൂപ എന്ന് അയാൾ പറയുക. എന്തോ ഞങ്ങൾ ആകെ കിളി പോയി. കാരണം ഞങ്ങളുടെ അടുത്താണെങ്കിൽ ഗൂഗിൾ പേ ആണ് കൂടുതൽ, പൈസയാണെങ്കിൽ കുറച്ചേ ഉള്ളൂ. 8000 രൂപയോ ചോദിച്ചു. ഇത്ര ഫോട്ടോസൊന്നും ഞങ്ങൾക്ക് വേണ്ട പറഞ്ഞു. എന്നിട്ട് ഇങ്ങനെ പറഞ്ഞ് നമുക്ക് 30 ഫോട്ടോസ് അങ്ങാണ്ട് തന്നു. എത്ര രൂപയ്ക്ക് എന്നല്ല, 1500 രൂപയ്ക്ക്. പക്ഷെ നമ്മൾ ഇനി പോകുമ്പോൾ നമ്മൾ എന്തായാലും നമുക്കറിയാം, രണ്ടാമത് പോകുമ്പോൾ നമുക്ക് എല്ലാം മനസ്സിലാവും. കാരണം നമ്മൾ ഫസ്റ്റ് പോയപ്പോൾ നമ്മൾക്ക് എന്തൊക്കെ അബദ്ധം പറ്റിയെന്നൊക്കെ നമുക്ക് ഇവിടെ മനസ്സിലായി. അതുകൊണ്ട് രണ്ടാമത് പോകുമ്പോൾ നമ്മളിതൊക്കെ ശ്രദ്ധിച്ച് പൈസയൊക്കെ കുറച്ച് കമ്മിയാക്കിയിട്ടായിരിക്കും പോകുക കേട്ടോ. പിന്നെ അവിടെ ഏറ്റവും ടോപ്പിലാണെങ്കിൽ ബാത്റൂമും ഇല്ല, ഒന്നുമില്ല. പിന്നെ വിശന്നിട്ടാണെങ്കിലോ അവിടെ ആണെങ്കിൽ എന്നിട്ട് മാഗിയും കുറച്ച് ചായയൊക്കെ ഉണ്ടാക്കി കൊടുക്കുന്ന കുഞ്ഞിങ്ങനെ ഷെഡ് കെട്ടിയിട്ട് ടാർപ്പായൊക്കെ കെട്ടിയ ആൾക്കാരുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവിടെ നിന്ന് നമ്മൾ മാഗി കഴിച്ചു, ചായ വെള്ളമൊക്കെ മേടിച്ച് കുടിച്ചു കേട്ടോ. നല്ല പൈസയാണ്, നല്ല റേറ്റാണ്. പിന്നെ ബാത്റൂമൊന്നും ഇല്ലാണ്ട് ഓരോരുത്തർ അതിൻ്റെ ബാക്കിലൊക്കെ പോയിട്ട് കാര്യമൊക്കെ സാധിക്കേണ്ടായിരുന്നത്. പിന്നെ നമ്മൾ നേരെ പോയത് കുറച്ച് സാഹസികതയൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ചു. പക്ഷേ ഇത്രയും വലിയ ഒരു സാഹസികതയായിരിക്കും എന്ന് ഞാൻ വിചാരിച്ചില്ല കേട്ടോ. ഇതിൽ ഇത്രയും പൊക്കത്തിൽ പോകുമെന്ന് ഞാൻ വിചാരിച്ചില്ല. പക്ഷെ ഉമേഷ് കയറിയപ്പോൾ ഉമേഷ് കുറച്ച് വെയിറ്റ് ഉള്ളത് കൊണ്ടായത് തോന്നുന്നു നല്ല പൊക്കത്തിൽ പോയില്ല കേട്ടോ. ഉമേഷാണ് ഫസ്റ്റ് കയറിയത്. അപ്പോൾ ഞാൻ വിചാരിച്ചു എനിക്കും വലിയ കുഴപ്പമുണ്ടാവുന്നില്ല എന്ന്. പക്ഷേ എനിക്ക് തീരെ തടിയും വെയിറ്റൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ വിട്ടതും എവിടേക്കോ പോയി, എൻ്റെ ജീവൻ അങ്ങോട്ട് പോയി എന്ന് പറയാലോ. ഇതൊരു വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. ഇനി ഈ എക്സ്പീരിയൻസ് നമ്മളല്ല, ഞാൻ മുതിരില്ല. കാരണം അത്രയ്ക്ക് പേടിച്ച് വീഴുന്നു കേട്ടോ. എൻ്റെ ഹാർട്ടൊക്കെ ഭാഗ്യം എനിക്ക് അറ്റാക്ക് വന്ന് ചാവാഞ്ഞത്, അത്ര ഞാൻ പറയുന്നുള്ളൂ, വേറെ ഒന്നും പറയാനില്ല. ഇപ്പോഴും എനിക്കിത് പറയുമ്പോൾ എനിക്കിങ്ങനെ ഹാർട്ട് ഇങ്ങനെ ഇടിക്കണം കേട്ടോ. പിന്നെ അതൊക്കെ കഴിഞ്ഞു. എൻ്റെ പേടിയൊന്നും മാറിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോഴേക്കും ഇതിൽ കയറാൻ വന്നു കേട്ടോ. ഇതിൽ ഞാൻ കയറിയില്ല. എനിക്ക് അല്ലെങ്കിലല്ലേ ഞാൻ അതിൽ കയറിയിട്ട് മടുത്തു കേട്ടോ. ഇതിലാണെങ്കിൽ ഉമേഷും നൈനും ആട്ടോ കയറിയത്. നൈനാണെങ്കിൽ കാറി പൊളിക്കണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അവിടെയൊക്കെ കയറി. പിന്നെ റോപ്പിൽ കയറിയിട്ടുണ്ടായിരുന്നു കേട്ടോ. റോപ്പിൽ പോയത്. പക്ഷെ ഞങ്ങൾ അങ്ങോട്ട് പോയപ്പോൾ നല്ല രസമുണ്ടായിരുന്നു. ഇങ്ങോട്ട് വന്നപ്പോൾ ഞങ്ങൾ നടുവിലെത്തിയതും പെട്ടെന്ന് മൂടൽമഞ്ഞൊക്കെ മൂടി ഒന്നും കാണാതായി. എന്നിട്ട് അവിടെയുള്ള ഏട്ടന്മാർ വന്നിട്ടാണ് നമ്മളെയൊക്കെ വലിച്ചുകൊണ്ട് പോയത് അവർ കേട്ടോ. അങ്ങനത്തെ കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ടായി. പിന്നെ വിശന്നിട്ട് നമ്മൾ വൈകുന്നേരമായി നമ്മളിതൊക്കെ കഴിഞ്ഞ് തരാം. പിന്നെ അവിടെ നമ്മുടെ റൂമിൻ്റെ അടുത്ത് നമുക്ക് ഇതുണ്ടായിരുന്നു കേട്ടോ. ഞാൻ പറഞ്ഞില്ല മദ്രാസ് കഫേ പറഞ്ഞൊരു ഹോട്ടൽ, അവിടെ കയറി തൊട്ടലിയൊക്കെ കഴിച്ചു. പക്ഷേ ഇഡ്ഡലി ഒരു ടേസ്റ്റേ ഇല്ല, നമ്മുടെ നാട്ടിലത്തെ ഇഡ്ഡലി പോലും ഒന്നല്ല. എനിക്കൊണ്ട് റവയൊക്കെ വെച്ചുണ്ടാക്കുന്ന ഇഡ്ഡലി കേട്ടോ, വലിയ ടേസ്റ്റ് ഇല്ല. എന്നാലും കഴിച്ചു, പട്ടിണി കിടക്കാതെ ജീവിക്കണ്ടേ അവിടെ. എന്നിട്ട് നമ്മൾ പിറ്റേ ദിവസം സംഭവം നമ്മുടെ എല്ലാം കഴിഞ്ഞു. എന്നിട്ട് പിറ്റേ ദിവസം നമ്മൾ ഒരു അമ്പലത്തേക്കാണ് പോകേണ്ടത്. പക്ഷെ നമുക്കറിയില്ല, നമ്മൾ തിരിച്ച് നമ്മൾ വീട്ടിലേക്ക് ക്വാർട്ടേഴ്സിലേക്ക് വരണ വഴിയിലാണ് ഈ അമ്പലം. ഇതറിയില്ലായിരുന്നു. ഇത് അറിഞ്ഞിരുന്നെങ്കിൽ നമ്മുടെ ഒരു 3000-4000 രൂപ ലാഭിക്കായിരുന്നു കേട്ടോ. ഇനി പോകുമ്പോൾ നമുക്ക് മനസ്സിലാവും, കാരണം ഫസ്റ്റ് ടൈം പോയതുകൊണ്ടാണ് നമുക്ക് കുറേ അബദ്ധങ്ങളൊക്കെ പറ്റിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ ആ അമ്പലം കാണാൻ പോണ വഴിക്ക് കുറേ ഇങ്ങനെ വിവേഴ്സിൻ്റെ ഡ്രസ്സൊക്കെ ഇങ്ങനെ അവർ തന്നെ ഉണ്ടാക്കണമെന്നൊക്കെ പറഞ്ഞ് നെയ്തിട്ട്, അങ്ങനെ അവിടെ പോയി കുറച്ച് ഇതൊക്കെ മേടിച്ച് വരുമ്പോൾ അവിടെ കയറി വെറുതെ പൈസ പോയി, അത്ര തന്നെ ഓരോന്ന് മേടിച്ചിട്ട്. പിന്നെ കുറേ സ്പൈസസ് കിട്ടുന്ന കടകളുണ്ടായിരുന്നു, അവിടെ കയറി കുറച്ച് ഏലക്കായും അതും ഇതൊക്കെ മേടിച്ചു. നല്ല റേറ്റ് ഉണ്ട് കേട്ടോ. ഇതൊക്കെ ഒറിജിനലാണെന്നൊക്കെ പറയണത്, പക്ഷെ നല്ല മേടിച്ചു. ഏലക്ക പിന്നെ ആവശ്യമുള്ളതാണല്ലോ. പിന്നെ അങ്ങനെ നമ്മൾ അവിടുത്തെ അമ്പലത്തിലെത്തിയിട്ടോ. അമ്പലത്തിലെത്തിയിട്ട് നമുക്ക് എല്ലാം കയറി നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. അമ്പലം അതിൻ്റെ ഉള്ളിൽ നമ്മളിങ്ങനെ നല്ല പാറക്കെട്ട് പോലെ അതിൻ്റെ ഉള്ളിൽ കുനിഞ്ഞ് നമ്മൾ പോകണം കേട്ടോ. പിന്നെ നമ്മൾ ആ ഒരു ദിവസം അവിടെ നിൽക്കേണ്ടി വന്നു.
അതുകൊണ്ടാണ് കുറച്ച് പൈസ കൂടുതൽ ചിലവായത് കേട്ടോ. നമുക്ക് അറിയില്ലായിരുന്നു നമ്മൾ തിരിച്ചു പോണ വഴിയിലെ ഈ ടെമ്പിൾ എന്ന്. അപ്പോൾ നമ്മൾ അവിടെ കുറച്ചും കൂടി സമയമുള്ളതുകൊണ്ട് വൈകുന്നേരം നമ്മൾ അതിൻ്റെ അടുത്തൊരു പാർക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ പാർക്കിൽ പോയി. ഇങ്ങനെ പൈൻ മരങ്ങളുടെയൊക്കെ ഇടയിലായിരുന്നു ആ പാർക്ക്. അവിടെ പ്രത്യേകിച്ച് ഒന്നുമില്ല കാണാൻ വേണ്ടിയിട്ട് കേട്ടോ. അവിടെ അവിടുത്തെ ഒരു ട്രഡീഷണൽ അവിടുത്തെ ഡ്രസ്സുകളൊക്കെ ഇട്ട് നമുക്ക് ഫോട്ടോസൊക്കെ എടുക്കാം അങ്ങനെയൊക്കെ കേട്ടോ. പിന്നെ നമ്മൾ ഇവിടെ റൂമിലെത്തി പിന്നെ നമ്മൾ ചപ്പാത്തി ആട്ടോ ഓർഡർ ചെയ്തത്. റൊട്ടിയും കഴിച്ചു. അങ്ങനെ നമ്മൾ കിടന്നുറങ്ങി എന്നിട്ട് പിറ്റേ ദിവസം രാവിലെ നമ്മൾ എല്ലാം പാക്ക് ചെയ്ത് നമ്മൾ ഇറങ്ങിട്ടോ. ചെറുതായിട്ടുണ്ടായിരുന്നു കേട്ടോ. വരണ വഴിക്കാണ് മഴ ആയതുകൊണ്ട് പേടിച്ചാണ് വന്നത് കേട്ടോ. പിന്നെ നമ്മൾ വരുന്ന വഴിക്ക് കുറേ ഫ്രഷ് ഫ്രൂട്ട്സൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ മേടിച്ചു. പിന്നെ നമ്മൾ വരുന്ന വഴിക്ക് നല്ല മഴയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. സൈഡിൽ പിന്നെ കുറേ ബ്ലോക്ക് കിട്ടി. കാരണം നമ്മൾ കുറേ ഇങ്ങനെ മലയുടെ സൈഡിൽ കൂടെയൊക്കെ അല്ലേ വരുന്നത്. നല്ല പേടിച്ചിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത് കേട്ടോ. പിന്നെ നമുക്ക് വിശന്നപ്പോൾ നമ്മൾ അവിടെ ഒരു ദോശ പോയിന്റ് കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ നമ്മൾ ഗൂഗിൾ മാപ്പിൽ നോക്കിയപ്പോൾ കണ്ടാണ് കേട്ടോ. അപ്പോൾ അവിടെ കയറിയപ്പോൾ ആണെങ്കിൽ അവിടെ ആരുമില്ല. അവിടുത്തെ ഓണറാണെന്ന് അറിയില്ല, ഒരാൾ മാത്രമുണ്ട്. അവിടെ ആണെങ്കിൽ ഇവരൊന്നും വന്നിട്ടുണ്ടായിരുന്നില്ല, ജോലിക്കാരൊന്നും ഉണ്ടാക്കാൻ വേണ്ടി. അങ്ങനെ അവിടെ കുറച്ച് നേരം വെയിറ്റ് ചെയ്തിരുന്ന് ഒരു അരമണിക്കൂറൊക്കെ വെയിറ്റ് ചെയ്തിട്ടുണ്ടാവും. ദോശ കിട്ടിയിട്ടോ. ദോശയ്ക്ക് ഇവിടെ മസാല ദോശ മേടിച്ചത്. ഇവിടെ ഭയങ്കര റേറ്റാണ് കേട്ടോ. നമ്മുടെ നാട്ടിൽ തന്നെ റേറ്റ് കുറവുള്ളൂ. അങ്ങനെ ദോശയൊക്കെ കഴിച്ച് പോയി. അവിടെ കുറേ ബ്ലോക്ക്, എന്താണെന്ന് അറിയണില്ല കേട്ടോ. ഭയങ്കര ബ്ലോക്ക്. കുറേ നേരം ഇങ്ങനെ നിന്നു കേട്ടോ. ഞാൻ പിന്നെ പകുതി എത്തിയപ്പോൾ വണ്ടി ഓടിക്കാൻ തുടങ്ങിയത് കേട്ടോ. അങ്ങോട്ട് പോയപ്പോൾ ഉമേഷ ഓടിച്ചിട്ടുണ്ടായിരുന്നത്, ഇങ്ങോട്ട് വരുമ്പോൾ ഞാനാട്ടോ കൂടുതൽ ഓടിച്ചിട്ടുണ്ടായിരുന്നത്. നമ്മളിങ്ങനെ പോണ വഴിക്ക് ബ്ലോക്കായത്, അവിടെ വലിയൊരു പാറക്കഷ്ണം വീണിട്ട് ബൈക്കും അവിടെ അടിയിൽ വെച്ച ബൈക്ക് ഫുൾ ചമ്മന്തിയായി പോയിട്ടോ. അപ്പോൾ തന്നെ ഞങ്ങളുടെ കാട്ട് ഇങ്ങനെ ഇടിക്കാൻ തുടങ്ങി. ഇനി പോണ വഴിക്ക് വല്ല ട്രാഫിക്കോ വല്ല മലയിടിച്ചിലോ എന്തെങ്കിലും ഉണ്ടോയെന്ന് അറിയില്ല. കാരണം നമ്മൾ പോണ വഴിയിൽ സൈഡിൽ ഒരു ഭാഗത്ത് ഇതുപോലത്തെ കുന്നും മലയാണ്. പിന്നെ ഒരു സൈഡിലാണെങ്കിൽ ഇങ്ങനെ റിവറുമാണ് കേട്ടോ. ഇങ്ങനെ അതുകൊണ്ട് നല്ല പേടിയായിരുന്നു കേട്ടോ. എന്നിട്ട് മഴ ഇടയ്ക്ക് പെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ നമ്മൾ പിന്നെയും ട്രാഫിക് എവിടേക്കോ എത്തിപ്പോട്ടോ. ആകെ പേടിച്ച് കരച്ചിട്ട് വന്നിട്ട് ഞാനാണെങ്കിൽ ഓന്നമശിവായൊക്കെ എന്നൊക്കെ പറഞ്ഞിട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. എൻ്റെ ഇങ്ങനെ ഹാർട്ട് ഇടിക്കാൻ തുടങ്ങി. ഒരു സൈഡിൽ കൂടെ നമ്മൾ വണ്ടിയെ വിടണില്ല കേട്ടോ. കാരണം ആ മലയുടെ സൈഡിൽ കൂടെ ഇങ്ങനെ കല്ലുകളൊക്കെ വീണ് കിടക്കണ കണ്ടു കേട്ടോ. പിന്നെ വേഗം അവർ വിട്ടപ്പോൾ ആദ്യം ഒരു സൈഡിൽ നിന്ന് വണ്ടി വിടും. അത് കഴിഞ്ഞ് അവർ സ്റ്റോപ്പ് ചെയ്തിട്ട് അപ്പുറത്തെ സൈഡിൽ നിന്ന് വണ്ടി വിടും. അതുകൊണ്ട് അവർ വേഗം പോയിക്കോ പറഞ്ഞു. ഞാനാണെങ്കിൽ നല്ല സ്പീഡിലാണ് വണ്ടി ഓടിച്ചേട്ടോ. ഇതിന് മുന്നേ നല്ല സ്പീഡിൽ വണ്ടി ഓടിച്ചപ്പോൾ എന്നറിയും, എൻ്റെ അമ്മമ്മയ്ക്ക് വയ്യാതായപ്പോൾ ഇങ്ങനെ ഹാർട്ടിൻ്റെ പ്രോബ്ലം ഉണ്ട്. അപ്പോൾ രണ്ടാമത് ഇങ്ങനെ അമ്മമ്മയ്ക്ക് അറ്റാക്ക് വന്നപ്പോൾ നെഞ്ച് വേദനിക്കണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ മാത്രമേ അവിടെ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഞാൻ കാർ എടുത്തിട്ട് എത്ര സ്പീഡിലാണ് വിട്ടതെന്ന് എനിക്കറിയാം. നല്ല സ്പീഡിൽ പിടച്ച് വിട്ടിട്ടുണ്ടായിരുന്നു. അതെനിക്ക് ഓർമ്മയുണ്ട്. പിന്നെ ഇപ്പോഴാണ് പേടിച്ചിട്ട് വണ്ടി ഓടിക്കുന്നത് കേട്ടോ. പേടിച്ചിട്ട് പറയുമ്പോൾ ആ മലയിൽ നിന്ന് വല്ല കല്ലും ഇനി വീഴണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ സ്പീഡിൽ വണ്ടി ഓടിച്ചു കേട്ടോ, പേടിച്ചിട്ട്. അങ്ങനെ ഞാൻ വിചാരിച്ചത് കുറേ തുരങ്കം ഉണ്ട് കേട്ടോ. അതിൽ കൂടെയൊക്കെ പോകുമ്പോൾ സേഫാന്നാ. പക്ഷെ പിന്നെ മനസ്സിലായി നമ്മുടെ കുതിരാലത്തെ തുരങ്കത്തിൻ്റെ അവിടെ എന്തോ ഒരു വിള്ളലോ മണ്ണിടിച്ചിൽ കണ്ടു എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി ഇതൊന്നും സേഫ് അല്ലാന്ന്. ഇങ്ങനെ വളവും തിരിവുള്ള സ്ഥലങ്ങളിലൂടെയാണ് നമ്മൾ പോയിട്ടുണ്ടായിരുന്നത്. പിന്നെ അമ്മയൊക്കെ ഇങ്ങനെ ഇങ്ങനെ ചോദിക്കാൻ തുടങ്ങി, നിങ്ങൾ എന്തിനു ഈ സമയത്ത് അങ്ങോട്ട് പോയെന്നൊക്കെ ചോദിക്കാൻ തുടങ്ങി കേട്ടോ. പേടിച്ച് സംഭവം ഹാർട്ടൊക്കെ ഇങ്ങനെ ഇടിച്ചിട്ട് ഞാൻ വണ്ടി ഓടിച്ച് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ പേടിച്ച് നമ്മൾ ഏകദേശം ഇത് കഴിയാറായി. ആ മല ഒന്ന് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ സേഫായിട്ടോ. ഇതുണ്ടോ ആ റോഡ് ഫുള്ളും മലയിടിഞ്ഞ് വീണേക്കുക. എന്നിട്ട് പിന്നെ നമ്മൾ ഏതോ ഒരു സ്ഥലം എത്തിയപ്പോൾ നമ്മൾ ഒരു ഹോട്ടലിൽ കയറി ചെന ഭട്ടൂര കഴിച്ചു കേട്ടോ. പിന്നെ അവിടുന്ന് പിന്നെയും ഞാൻ തന്നെ ഡ്രൈവ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഉമേഷാണെങ്കിൽ കുറച്ച് നേരം കിടന്നുറങ്ങിക്കോട്ടെ എന്ന് വിചാരിച്ചു. പിന്നെ എപ്പോഴാണ് നമ്മൾ ഹോട്ടൽസ് എത്തിയത്? വൈകുന്നേരം ഒരു 5 മണിയൊക്കെ ആയിട്ടോ. നമ്മൾ രാവിലെ ഒരു 8 മണിക്കോ 8:30 അങ്ങാണ്ട് അവിടെ നിന്ന് പോകുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ വൈകുന്നേരം ഒരു 5 മണിയൊക്കെ കഴിഞ്ഞപ്പോൾ നമ്മൾ ക്വാർട്ടേഴ്സ് എത്തിയിട്ടോ. സംഭവം നല്ല പേടിച്ചിട്ടാണ് നമ്മൾ തിരിച്ച് വന്നിട്ടുണ്ടായിരുന്നത് കേട്ടോ. അങ്ങനെ അപ്പോൾ ശരി, വേറൊരു വീഡിയോ ആയിട്ട് പിന്നെ എപ്പോഴെങ്കിലും കാണാം. ഞാനിപ്പോൾ വീഡിയോ ഇടൽ കുറവാണ്, മടിയെന്ന് പറയാൻ പറ്റില്ല, എന്തോ ഒരു ഉഷാറില്ല. അപ്പോൾ ശരി, വേറൊരു വീഡിയോ ആയിട്ട് പിന്നെ കാണാം. ഈ വീഡിയോ എനിക്ക് തോന്നുന്നത് ഞങ്ങൾ 2 മാസം ആവണു എടുത്തിട്ട് കേട്ടോ. ഇപ്പോഴാണ് പോസ്റ്റ് ചെയ്യാൻ പറ്റിയത്. അപ്പോൾ ശരി, ടാറ്റാ, ബൈ.